ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററിലെത്തിയ പുതിയ സിനിമകൾ ഉൾപ്പെടെ വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. വേഫെറി ഫിലിംസ് കേരളത്തിൽ വിതരണത്തിനെടുത്ത സിനിമയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. ഫാസിൽ മുഹമ്മദ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രസീത, രാജി ആർ, ബബിത ബഷീർ, ഫാസിൽ മുഹമ്മദ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. നേരത്തെ വിവിധ ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച് പുരസ്കാരം നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ കേരളത്തിലും പോസിറ്റീവ് അഭിപ്രായമാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഒക്ടോബർ 10 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയ സിനിമയാണ് രാവണ പ്രഭു. മോഹൻലാൽ ഇരട്ടവേഷത്തിൽ അഭിനയിച്ച് രഞ്ജിത്ത് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് 2001 തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ രണ്ടാം വരവിലും വമ്പൻ തരംഗമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നസെന്റ്, രേവതി, വസുന്ധരാദാസ്, സിദ്ദീഖ്, മനോജ് കെ ജയൻ, ജഗതി ശ്രീകുമാർ, സായികുമാർ, അഗസ്റ്റിൻ എന്നിങ്ങനെ വമ്പൻ താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 35 ലക്ഷം രൂപയും ഇന്നലെ ഈ സിനിമ കളക്ഷനായി നേടിയെടുത്തത് 70 ലക്ഷം രൂപയുമാണ്. ഇന്ന് ശനിയാഴ്ചയും അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 30 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ 1.5 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത അഭിഹിതം എന്ന സിനിമയായിരുന്നു ഇന്നലത്തെ 3ാമത്തെ റിലീസ്. ഉണ്ണിരാജ, വിനീത് ചാക്യാർ, ധനേഷ് കോളിയത്ത്, രാകേഷ് ഉഷാർ, വൃന്ദ മേനോൻ, അജിത് പുന്നാട് എന്നിങ്ങനെ ഈ സിനിമയിലും പുതുമുഖ താരങ്ങൾ തന്നെയാണ് കൂടുതലും അണിനിരന്നിട്ടുള്ളത്. വ്യാഴാഴ്ച ഈ സിനിമയുടെ പ്രീമിയർ ഷോ നടന്നിരുന്നു. പ്രീമിയർ ഷോയിലും മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് ഇന്നലെ റെഗുലർ ഷോയ്ക്ക് ശേഷവും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് എങ്ങു നിന്നും കിട്ടിയിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രീമിയർ ഷോ ഉൾപ്പെടെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 7,25,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. നവാഗതനായ ദീപക് ഡിയോൺ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്നലെ തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രൈവറ്റ്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മീനാക്ഷി, അനൂപ്, അനു ആന്റണി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചുരുക്കം ചില റിവ്യൂകൾ പുറത്തു വരുമ്പോൾ ഈ സിനിമയും പോസിറ്റീവ് തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമ കേരള കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുത്തിട്ടുള്ളത് 2,50,000 രൂപയാണ്. ജോക്കിംഗ് ഡോണിംഗ് സംവിധാനം ചെയ്ത അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ സിനിമയാണ് ട്രോൺ ഏരിയസ്. ഈ സിനിമ ഇന്നലെ ഒക്ടോബർ 10 വെള്ളിയാഴ്ച കേരളത്തിലും റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. $150 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷനായി $4.8 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ആദ്യ ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച 6,50,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഷെയ്ൻ നിഗം നായകനായ ബൾട്ടി എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്നലെ വെള്ളിയാഴ്ചയോടെ 15 ദിവസമാണ് പൂർത്തിയായത്. തമിഴിലും മലയാളത്തിലുമായി തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് നവാഗതനായ ഉണ്ണി ശിവലിംഗമാണ്. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 11 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 15 ദിവസം കൊണ്ട് ഈ സിനിമ 8,25 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 11-11.5 കോടി റേഞ്ചിലാണ് നിൽക്കുന്നത്. ധനുഷ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഒക്ടോബർ 1 ബുധനാഴ്ച തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടുന്ന തമിഴ് സിനിമയാണ് ഇഡ്ഡലിക്കടൈ. സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 10ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ 2 ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 10 ദിവസത്തെ കേരള കളക്ഷനായി 97 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട് കളക്ഷനായി ഇന്നലെ ഈ സിനിമ കളക്ട് ചെയ്തത് 1,10 ലക്ഷം റേഞ്ചിലായിരുന്നു. 43,50 ലക്ഷം രൂപയാണ് ആദ്യ 10 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 10 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 54 കോടി രൂപയാണ്. വിദേശ കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് 10,10 ലക്ഷം രൂപയാണ്. ആദ്യ 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 64,10 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഡൊമിനിക് അരുൺ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 തിയേറ്ററിലെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര 7ാമത്തെ ശനിയാഴ്ച കൂടിയായ 45 ദിവസമാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 44ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 17,25,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 44 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 120,06 ലക്ഷം രൂപയാണ്. കേരള ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന കളക്ഷൻ ഡാറ്റ പ്രകാരം 299,55 ലക്ഷം രൂപയാണ് ആദ്യ 44 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാക്കിനിക്കിന്റെ കളക്ഷൻ ഡാറ്റ പ്രകാരം 300,75 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 തിയേറ്ററിലെത്തിയ കന്നഡ പാൻ ഇന്ത്യൻ സിനിമയായ കാന്താര ചാപ്റ്റർ 1 തിയേറ്ററിലെത്തിയിട്ട് 2ാമത്തെ ശനിയാഴ്ച കൂടിയായ 10 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ഈ സിനിമ 9ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 2,10 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 9 ദിവസം കൊണ്ട് 35,25 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇനി ഈ സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് വന്നാൽ വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 510 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒഫീഷ്യൽ കളക്ഷൻ ഡാറ്റ പ്രകാരം ആദ്യ 8 ദിവസത്തെ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 509,25 ലക്ഷം രൂപയാണ്. അങ്ങനെ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം ആദ്യ 9 ദിവസം കൊണ്ട് 540 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.